അതൊക്കെ അങ്ങ് പിണറായിയുടെ പാലാട്ടികളുണ്ടല്ലോ, DYFI, അവരുടെ അടുത്ത് പറഞ്ഞാൽ മതി. ഞങ്ങളെ അടുത്തിട്ട് വേണ്ട. എന്നിട്ട് അവൻ എടോ പോടോ വിളി. അവര് അടിച്ചങ്ങ് ശരിയാക്കും. അടിക്കാനിങ് വാടോ. അടി ഒരുപാട് കണ്ടതാ. ഉല്ലാസവേളകൾ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക്. വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയമൊരുക്കി ഫൺ സിറ്റി പാർക്ക്. ഫൺ സിറ്റി പാർക്ക്, മണലിമൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. കുരിയാട് ദേശീയപാത തകർന്നുണ്ടായ അപകടത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ദേശീയപാത നിർമ്മാണ കമ്പനിയായ KNRCയുടെ മലപ്പുറത്തെ കോഹിനൂർ ഓഫീസ് ഉപരോധിച്ചു. പ്രതിഷേധം സംഘർഷത്തിൽ കലാശിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി ഉൾപ്പെടെയുള്ള പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. നാല് ദിവസമായി കാലാവർഷം തുടങ്ങുന്നതിന് മുമ്പുള്ള ചെറിയ മഴ പെയ്തപ്പോഴേക്കും കേരളത്തിലുടനീളം നാഷണൽ ഹൈവേ പൊട്ടിപ്പൊളിയുന്ന കാഴ്ച കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഈ കഴിഞ്ഞ ദിവസം കൂരിയാടുണ്ടായെങ്കിൽ പിന്നീട് ഈ മലപ്പുറം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ 2 ദിവസമായി നാഷണൽ ഹൈവേ പൊട്ടിപ്പൊളിയുകയാണ്. ഇന്ന് എടരിക്കോട് പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. ഇന്നലെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നാഷണൽ ഹൈവേ പൊട്ടിപ്പൊളിയാനുള്ള കാരണം മറ്റൊന്നുമല്ല, ഇതിന്റെ ഗുണനിലവാരത്തിലുണ്ടായ അപാകതയാണ് എന്നുള്ളതിൽ യൂത്ത് കോൺഗ്രസിന് ഒരു സംശയവുമില്ല. അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ഇങ്ങനെ മാതൃകാപരമായ ഒരു സമരം നടത്തുന്നത്. ആ സമരം നടത്തുന്നത് തന്നെ ഞങ്ങൾ ആ കോൺട്രാക്ടിംഗ് കമ്പനിയുടെ ഓഫീസിലേക്കാണ്. കോൺട്രാക്ടിംഗ് കമ്പനിയുടെ ഓഫീസിൽ സമരം ചെയ്യുമ്പോൾ കേരളത്തിലെ പിണറായി വിജയന്റെ പോലീസിന് നോവുന്നത് എന്തിനാണ് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. കുരിയാട് അപകടത്തിൽ കമ്പനിയുടെ അനാസ്ഥയാണ് കാരണമെന്നാരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഉപരോധ സമരത്തിന് അബിൻ വർക്കി നേതൃത്വം നൽകി കമ്പനി ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞതോടെയാണ് വാക്കേറ്റവും പിന്നീട് ഉന്തും തള്ളുമുണ്ടായത്. പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.